എവിടേക്കാ പോയിക്കണേ? എവിടേക്കേലും പരദൂഷണം പറയാൻ പോയിട്ടുണ്ടാവും. ഇമ്മ ഇമ്മ എന്തിനാ അങ്ങനെ വിളിച്ചു കൂവണത്? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ വിചാരിച്ചു നിങ്ങളാരെയും കട്ടോണ്ട് പോയിട്ടുണ്ടാവുന്ന്. ഏയ് കട്ടോണ്ട് പോവൂല. അഥവാ ഇനി കൊണ്ടുപോയാൽ തന്നെ കുറച്ച് കഴിയുമ്പോ ഇവിടെ തന്നെ കൊടുന്നു വെക്കും. നിങ്ങൾ ഈ ഡോറ് തുറന്നിട്ടിട്ട് അപ്പുറത്ത് എന്തേലും കാട്ടിയത്? പിന്നെ ഡോറ് തുറന്നിട്ടപ്പോ എന്താ? പിന്നെ ഇവിടെ നിധിയല്ലേ ഇരിക്കണത്, കള്ളന്മാർക്ക് എടുത്തോണ്ട് പോവാൻ. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു, വെറുതെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ഇന്നങ്ങൾ ഇവിടെ നിന്ന് ചാടി കളിച്ചോളി. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, എനിക്കൊരു ജോലി വേണം. ഇപ്പൊ എല്ലാ പെണ്ണുങ്ങളും ജോലിക്ക് പോകുന്നുണ്ട്. ആട്ടെ, നിങ്ങൾ എന്ത് ജോലി ഉദ്ദേശിക്കണത്? ചെറുതായിട്ട് വല്ല കലക്ടറോ പ്രധാനമന്ത്രിയൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടാവുക. ഞാൻ അതൊന്നല്ല ഉദ്ദേശിക്കണത്. എന്നാ പിന്നെ വല്ല ഡോക്ടറോ വക്കീലോ വല്ലതും ആവും. അതുമല്ല, ഞാനൊരു ടീച്ചർ ആയാലോ എന്ന് ആലോചിക്കാണ്. ടീച്ചർ ആവാനായി നിങ്ങൾ കോളേജിൽ പോയിക്കണോ? അതില്ല, അതിന് കോളേജിൽ പോണെങ്കിൽ സ്കൂൾ മുഴുവനാക്കണ്ടേ? സത്യത്തിൽ നിങ്ങൾ എത്രാം ക്ലാസ് വരെ പഠിച്ചിക്കണേ? അത് ഞാനൊരു 5ാം ക്ലാസ് വരെ പഠിച്ചിക്കണോ? അത് ശരി, 5ാം ക്ലാസ് വരെ പഠിച്ച നിങ്ങളെ ഞാൻ കോളേജിൽ ടീച്ചറാക്കി തരാ. മതി ഇന്നെ കളിയാക്കിയത്, വേഗം പോയി ഡ്രസ്സ് മാറി വാ. നമ്മള് കളിയാക്കിയത് നമുക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. സ്വഭാവം മാറി, വേഗം രക്ഷപ്പെട്ടോ. എന്താ അമ്മ, ജോലി കിട്ടിയോ? നോക്കിക്കോ, ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ജോലി കണ്ടുപിടിക്കും. നിങ്ങൾക്ക് പറ്റിയൊരു ജോലി ഉണ്ട്. ജോലിയോ? എന്ത് ജോലിയാ? ബാങ്കിലാണ് ജോലി. ബാങ്കിലോ? ആ ബാങ്കിൽ തന്നെ. 5ാം ക്ലാസ് വരെ പഠിച്ച് എനിക്ക് ബാങ്കിൽ ജോലി കിട്ടുമോ? ഈ ജോലിക്ക് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമൊന്നുമില്ല. അതെന്ത് ജോലിയാ? ബാങ്കിൽ പൈസ എണ്ണ ഒരാളുണ്ടാവും. ആ ജോലിയാണ് കിട്ടുക? അതല്ല, അയാൾക്ക് നോട്ട് എണ്ണുമ്പോ കൈ ഇടക്കിടക്കൊന്ന് നനക്കണം. അതിന് നിങ്ങളൊന്ന് വായ പൊളിച്ച് മുമ്പിൽ ഇരുന്ന് കൊടുത്താ മതി. അത് ശരി, കളിയാക്കിയതാണല്ലേ. നിങ്ങൾ കണ്ടോ, ഞാൻ കുഞ്ഞിപ്പാത്തു ആണെങ്കിൽ ഞാൻ ഒറ്റക്കൊരു ജോലി കണ്ടുപിടിക്കും. ഇമ്മക്ക് പറ്റിയൊരു ജോലി എന്റെ കയ്യിലുണ്ട്. കളിയാക്കാനാണെങ്കിൽ പറയണ്ട, കളിയാക്കൊന്നുമല്ല. പക്ഷെ ജോലി ഒന്ന് ദുബായിലാണ്. ഏയ് അതൊന്നൊരു പ്രശ്നമേ അല്ല. വേഗം പറയേ. ദുബായിൽ ഈത്തപ്പഴത്തിന്റെ ഉള്ളിൽ കുഴി വെക്കുന്ന ജോലിയാണ്. അത് ശരി, വീണ്ടും കളിയാക്കിയതാണല്ലേ. എനിക്ക് നിങ്ങളെ ജോലി ഒന്നും വേണ്ട. കുഞ്ഞിപ്പാത്തിനുള്ളത് കുഞ്ഞിപ്പാത്ത തന്നെ കണ്ടുപിടിച്ചോളാം. ആട്ടെ, നിങ്ങൾ എവിടെയാണ് ജോലിക്കോ ഉദ്ദേശിക്കണത്? ടൗണിലൊരു ജ്വല്ലറി ഉണ്ട്, അവിടെ സെയിൽസ് ഗേളായിട്ട് പോയാലോ എന്ന് ആലോചിക്കാണ്. ജ്വല്ലറിയിലോ? ആ ജ്വല്ലറിയിൽ തന്നെ. ജ്വല്ലറിക്ക് എന്താ കുഴപ്പം? ജ്വല്ലറിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിങ്ങൾക്ക് കുറച്ച് കുഴപ്പങ്ങളുണ്ട്. എന്തായാലും ജ്വല്ലറിയിൽ മതി. അതാവുമ്പോ എന്റെ വാപ്പ വാങ്ങിത്തരാത്ത സ്വർണം കണ്ടിട്ടെങ്കിലും കൊയ്തു തീർക്കാലോ. 2 കൊയ്തു തീർത്തിട്ട് അവസാനം അതെടുത്ത് പോരാതിരുന്നാ മതി. എന്നാ പിന്നെ വരെ ടെക്സ്റ്റൈൽസിലും സെയിൽസ് ഗേൾ ആയാലോ? അതെന്താ, വാപ്പ വാങ്ങിത്തരാത്ത സാരി കണ്ടിട്ടെങ്കിലും കൊയ്തു തീർക്കാനാണോ? അങ്ങനെയും പറയാം. എവിടെ ജോലി കിട്ടണമെങ്കിലും ഇന്റർവ്യൂവിന് പോണം. അത് ശരി, അതും വേണോ? അല്ല, കുഞ്ഞിപ്പാത്തുവിന്റെ ജോലിയായിട്ട് മാനേജർ ഇങ്ങോട്ട് വരും. കുഞ്ഞിപ്പാത്തിന്റെ റേഞ്ച് ആയിരിക്കും അറിയായിട്ടാ, അല്ലെങ്കിൽ ജോലിയായിട്ട് ആൾക്കാർ ക്യൂ നിൽക്കും. നിന്നതന്നെ. ഇങ്ങളെ റേഞ്ച് ഞങ്ങൾക്ക് നല്ലോണം അറിയാം. അഥവാ നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാ ഞങ്ങൾ സ്കൂളിൽ വരുമ്പോ ഇവിടെ ആരുണ്ടാവുക? സ്കൂളിൽ വരുമ്പോ ഞാൻ എന്തിനാ ഇവിടെ? വീട് ഇവിടെ തന്നെ ഉണ്ടല്ലോ, ഇതിനകത്ത് കയറി ഇരുന്നാ പോരെ? അതല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഞങ്ങൾ ഇവിടെ വെറുതെ വീട്ടിൽ കയറി ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് വയറ്റിലേക്ക് ഇടാൻ എന്തേലും വേണ്ടേ? വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കണം. നിങ്ങൾ 3 പേരില്ലേ? ഞങ്ങൾ ഉണ്ടാക്കാനാ, ഞങ്ങൾക്കൊന്നും ഉണ്ടാക്കാറിയില്ല. അറിയില്ലെങ്കിൽ തിന്നണ്ട. ഇങ്ങളല്ലേ പറയല് ഞാൻ ഉണ്ടാക്കിയ ഫുഡൊന്നും ഒരു ടേസ്റ്റ് ഇല്ലാന്ന്? ഏയ്, അത് ഞങ്ങളൊരു ഓളത്തിന് അങ്ങോട്ട് പറഞ്ഞതാ. നിങ്ങൾ ഉണ്ടാക്കണ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങളല്ലേ പറയല് ഉപ്പുമാവും ദോശയും മാത്രമുള്ള ഉണ്ടാക്കാറിയാന്ന്? നിങ്ങൾക്ക് വെറൈറ്റി ഫുഡല്ലേ വേണ്ടത്? നിങ്ങൾ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി തിന്നോളി. ഇന്നോട് ഞങ്ങളെ കളി. കുഞ്ഞിപ്പാത്തിന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. പണി പാളിയെന്നാ തോന്നണത്. ഇമ്മക്ക് നല്ലോണം ദേഷ്യം വന്നിക്കണോ? നമ്മള് കളിയാക്കിയത് കുറച്ച് കൂടിപ്പോയിക്കണോ? അതന്നെ, ഇത്ര പറയണ്ടീന്നില്ല. ഇപ്പൊ എന്താ ചെയ്യാ? അതൊക്കെ പോയി ഇമ്മാനൊന്ന് സോപ്പിട്ടാലോ? ഇതിനുമ്മാക്ക് ജോലി കിട്ടിയാലല്ലേ പ്രശ്നമുള്ളൂ. ഇനിയിപ്പോ എങ്ങാനും കിട്ടിയാലോ? കിട്ടിയാലും ഇല്ലെങ്കിലും നമുക്ക് പോയി ഇമ്മാനോട് സോറി പറഞ്ഞ് സോപ്പിടാം. അതാണ്
സേഫ്. എന്നാ വേഗം വാ.